കാലിഫോർണിയയിലെ ഒരു സഹോദരി വിശ്വാസത്തിലേക്ക് വന്നു. ആ സഹോദരി വഴി പ്രതീക്ഷയോടെ വിശ്വാസത്തിൽ കടന്നു വന്നു. എൻ്റെ ഭർത്താവ് വിശ്വാസത്തിൽ വന്നില്ല. വളരെ മനപ്രയാസം കാരണം ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, എന്നെ രക്ഷിച്ച ദൈവമേ, നിശ്ചയമായും എൻ്റെ ഭർത്താവിനെയും കൂടെ കൃപയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ കടന്നുപോയി. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായി. ഒരു കാർ ആക്സിഡന്റിൽ ആ ഭർത്താവ് മരിച്ചുപോയി. രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയോ ഒന്നും ചെയ്തില്ല. ആ സഹോദരിക്ക് അത് വലിയ ഹൃദയവേദനയായി. ഞാൻ വലിയ വിഷയങ്ങളൊന്നും പ്രാർത്ഥിച്ചില്ല, ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രാർത്ഥിച്ചു. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കർത്താവെ, അതൊരു നല്ല പ്രാർത്ഥനയായിരുന്നല്ലോ കർത്താവ്, എന്നിട്ടെന്ത് അത് കേൾക്കാൻ? ഞാൻ എത്ര വർഷം പ്രാർത്ഥിച്ചു. ആ ഒരു സത്യം കാണാൻ കഴിയാതെ അദ്ദേഹം പോയില്ലോ എന്ന് പറഞ്ഞ് വലിയ വിഷമത്തിലായി. പിന്നീട് വളരെ നിരാശയിലേക്ക് ആ സഹോദരി പോയി. വിശ്വാസത്തിൽ നിന്ന് പിന്നിലോട്ട് പോയി. സഭായത്തിന് പോകാതെയായി, പ്രാർത്ഥനയ്ക്ക് പോകാതെയായി. അങ്ങനെ ഒരു നിർജീവ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സഹോദരി ഭർത്താവിൻ്റെ ബിസിനസ് കാര്യങ്ങളിലെ ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 7-8 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരാൾ ആ കമ്പനിയിൽ കടന്നു വന്നു. എന്നിട്ട് തൻ്റെ ഭർത്താവിൻ്റെ പേര് ചോദിച്ചിട്ട് പറഞ്ഞു, ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് അന്വേഷിച്ചു. അങ്ങനെ സെക്യൂരിറ്റിക്കാരൻ വന്ന് ഈ സഹോദരിയോട് പറഞ്ഞു, ഒരാളിങ്ങനെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 8 വർഷം മുമ്പ് മരിച്ചുപോയ ഭർത്താവിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുന്നു കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ഏതായാലും വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ആ സഹോദരൻ അകത്ത് കയറി വന്നു. സഹോദരിയോട് സഹോദരി ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു, 8 വർഷം മുമ്പ് ഞാൻ ഈ കാലിഫോർണിയയിൽ വന്നിരുന്നു. ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നതായിരുന്നു. തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വാഹനങ്ങളൊന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ വണ്ടിക്കും കൈ കാണിച്ചു. അപ്പോൾ ഒരു കാറ് നിർത്തി. ആ നിർത്തിയ കാറിൽ ഞാൻ കയറി. ആ കാറിൽ ഓടിച്ചിരുന്ന ആളുടെ പേരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അന്ന് എനിക്ക് തന്നതാണ്. ആ അഡ്രസ്സനുസരിച്ച് ഞാൻ വന്നത്. അന്ന് ഞാൻ കാറിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ സഹോദരനോട് സുവിശേഷം പറയണം എന്നൊരു പ്രേരണ എന്നോട് പറഞ്ഞു. എങ്ങനെ എനിക്ക് ലിഫ്റ്റ് വന്ന ആളോട് ഞാൻ സുവിശേഷം പറയുന്നവർക്ക് കുറേ നേരം ഞാനത് നിരസിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ശക്തമായ പ്രേരണ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞ് എൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കാറ് നിർത്തി എന്നോട് കൂടെ ഒപ്പം പുറത്തിറങ്ങി. അദ്ദേഹം അനുതാപത്തോടെ നിന്ന് കരഞ്ഞ് ഏറ്റുപറഞ്ഞ് അവിടെ വെച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അപ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് ഈ അഡ്രസ്സ് തന്നു. ഞാൻ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ അഡ്രസ്സ് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. അവിടുന്ന് അല്പം പോയപ്പോഴാണ് ഈ സംഭവിച്ചത്. അപകടം സംഭവിച്ചത്. അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ആ സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് നിലവിളിക്കാനിട വന്നു. നമ്മൾ ഇപ്പോൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് മധ്യത്തിൽ കർത്താവെ, എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ യാചനയ്ക്കെന്താ മറുപടി തരാത്തതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിലവിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഒരു പ്രാർത്ഥനയും വൃഥാവായി പോകില്ല. നമ്മൾ ചിലപ്പോൾ അറിയുന്നില്ല, ദൈവം പ്രവർത്തിക്കുന്ന വിധങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് നമ്മൾ നിരാശപ്പെട്ട് കർത്താവിനോട് പഴി പറഞ്ഞ് നമ്മൾ അകന്നു മാറിക്കൊണ്ടിരിക്കുക. ദൈവം നമ്മുടെ അപേക്ഷ മുഴുവൻ കേൾക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ആയി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഗനസരത്ത് തടാകത്തിന്റെ സമീപത്ത് ഒരു മനുഷ്യൻ നിരാശനായിട്ടിരിക്കുന്നുണ്ട്. വല നന്നാക്കിക്കൊണ്ടിരിക്കുക. ആ മനുഷ്യന്റെ പേര് നമുക്കറിയാം, പത്രോസ് എന്നാ. പത്രോസ് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു വ്യക്തി അവിടെ കടന്നു വരുന്നുണ്ട്. ഒരു ദിവ്യമുഖം കടന്നു വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ യേശുവാ. എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നിരാശ വേളകളിൽ നമ്മൾ മാറിപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തില് അവൻ കടന്നു വരാറുണ്ട്. നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കതറിയില്ലായിരുന്നു. അല്പനേരം ആ സാന്നിധ്യത്തിന് കീഴിലും നമ്മൾ ഇരിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, യോഹന്നാൻ ദിവ്യ ദർശനങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ദൈവ സാന്നിധ്യം അനുഭവിച്ചു. സൂര്യപ്രഭയാർന്ന ദൈവത്തിന്റെ മുഖമെല്ലാം കാണുവാനൊക്കെ കഴിഞ്ഞു. ആ പത്മോസിലെ ഏകാന്തതയിൽ ആ ദർശനമെല്ലാം കണ്ട് സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ 4-ാമത്തെ അധ്യായത്തുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്, സാന്നിധ്യം മുകളിലേക്ക് കയറിയവരെന്നെ വിളിച്ചു പറയുകയാണ്, നീ സാന്നിധ്യം അനുഭവിച്ചത് പോരാ, ഈ സാന്നിധ്യത്തിലേക്ക് കയറി വരാൻ പറഞ്ഞു. ഇവിടെ കയറി വരിക എന്ന് വിളിച്ചു പറഞ്ഞു. നമുക്ക് പറയാനുള്ളത്, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. ആ സാന്നിധ്യം ഇനി നമ്മൾ വെറുതെ അനുഭവിക്കുകയല്ല, ഒരു ഉയർച്ച നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഉയർത്തുന്ന ഒരു ശക്തിയായി ഈ സാന്നിധ്യം നമ്മൾ മാറാൻ പോവുകയാണ്. അവിടെ വായിക്കുന്നൊരു വാക്യമുണ്ട്. ലൂക്കോസ് 5:4 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യേശു അവിടെ പടകിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം യേശു ശീമോൻ പത്രോസിനോട് പറഞ്ഞ വാചകമാണ്. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്,
ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക, മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന് പറയും. നമുക്കറിയാം, ആഴത്തിൽ ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയില് നമുക്ക് വേണ്ടുന്ന എല്ലാ നന്മയും ഒരുക്കി വെച്ചിരിക്കുന്ന ആഴത്തിലാണ്. സ്വർണ്ണ നിക്ഷേപങ്ങൾ ഇരിക്കുന്നത് ആഴത്തിലാണ്. കൽക്കരി നിക്ഷേപം ഇരിക്കുന്നത് ആഴത്തിലാണ്. എന്തിനു പറയുന്നു? പെട്രോളിയം ആകട്ടെ, സകലവും ഇരിക്കുന്ന ആഴത്തിലാണ്. ഈ ആഴത്തിലിരിക്കുന്നതിലേക്ക് നമ്മളൊന്ന് ഇറങ്ങേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറയാ, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചില നന്മയിലേക്ക് ഇറങ്ങുവാൻ ചില ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ദൈവികമായ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. സാത്താനി ആഴങ്ങളിലേക്കല്ല ഇറങ്ങേണ്ടത്. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, സാത്താനി ആഴങ്ങളിലേക്ക് പോയ ചിലരുണ്ട്. സാത്താനി ആഴങ്ങളിലേക്കല്ല പോകേണ്ടത്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മയുടെ ആഴങ്ങളിലേക്ക്, ആ ഡെപ്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ആത്മീകമായി നമ്മൾ ഒന്നും കൂടെ മുന്നോട്ട് പോകണം. ആത്മീകമായി ഇരിക്കുന്നതുകൂടെ മുന്നോട്ട് പോകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? എന്നാൽ എന്താണ് പ്രശ്നം പറ്റിയത്? നമ്മൾ രാവിലെ കേട്ടതുപോലെ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമി പാഴ്ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴത്തിലിരിക്കുന്ന നന്മ കാണാത്തതിന്റെ കാര്യം എന്താണ്? ഇരുൾ മൂടിയിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം വരുന്ന സമയത്ത്, ദിവ്യ വെളിച്ചമായ യേശുവിന്റെ സാന്നിധ്യം വരുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. മൂടിയിരിക്കുന്ന ചില നന്മകൾ, ഇരുൾ മൂടിയ ചില നന്മകൾ, പാഴ്ശൂന്യമാക്കി നമ്മെ നിർത്തിയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് മാറ്റിയിട്ട്, ഓ ഹല്ലേലൂയ, പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുകയാണ്. എങ്ങനെയാണ് ഇരുൾ മാറിപ്പോയത്? അവിടെ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് വെള്ളത്തിന് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, ഇന്ന് ദൈവസേനയിൽ കടന്നു വന്നപ്പോൾ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മയുടെ മേൽ മൂടിയിരിക്കുന്ന ചില നന്മകളുടെ മേൽ മൂടിയിരിക്കുന്ന ആ ഇരുൾ മാറി, എനിക്ക് ആ നന്മ പ്രാപിക്കാൻ തൊക്കോണം. ഓ പരിശുദ്ധാത്മാവെ പരിവർത്തിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആര് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വേണ്ടി ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവസഭ ചേർന്ന് വന്ന നിമിഷം മുതൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ അല്പ നിമിഷം ആരാധിച്ചപ്പെടുത്താട്ടെ. ആ ഇരുളൊന്ന് നീങ്ങി മാറട്ടെ. പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ കൃപ ആഴത്തുമേൽ വസിക്കുന്ന ഇരുൾ നീക്കി മാറ്റി. ഓ സ്തോത്രം. ഗ്ലോറി. ആഴങ്ങളിൽ നമുക്കൊരുക്കിയിരിക്കുന്ന നന്മ തടഞ്ഞു വെച്ചിരിക്കുക. ദൈവസഭ ചില നന്മയിലേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ ചില ഇരുൾ മൂടിയിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് മാറാൻ പോവുകയാണ്. ഇന്ന് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ഇരുൾ മൂടിയ അവസ്ഥകൾ മാറി ദൈവസഭ പുറത്തേക്ക് വരാൻ പോവുകയാണ്. തണ്ടുമ വെച്ച വിളക്ക് പോലെ ശോഭിക്കാൻ പോകുന്ന ചില നന്മയുടെ അനുഭവങ്ങളുടെ വഴിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. സദൃശവാക്യം 3:20 വായിക്കുന്നത്, അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു എന്നാ വായിക്കുന്നത്. അവന്റെ പരിജ്ഞാനത്താൽ, ദൈവിക പരിജ്ഞാനത്തിലേക്ക് വന്നാൽ ഈ ആഴങ്ങൾ പിളരി മാറും. ആഴങ്ങളിലെ ഇരുള് മാറും. ആഴങ്ങളെ പിളർത്തുന്ന ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവവചനത്തിന്റെ പരിജ്ഞാനം ഒന്ന് പ്രാപിച്ചാട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി നന്മ ഒരുക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാതെ, ഓ ഹല്ലേലൂയ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ച് എനിക്കൊന്നും കിട്ടിയില്ല, എന്നെ കൊണ്ട് കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ഒരാവശ്യവുമില്ല. അതിനപ്പുറത്ത് ദൈവം ഒരുക്കിയ നന്മ പ്രാപിപ്പാൻ, ഓ ആഴങ്ങളൊന്ന് പിളരട്ടെ. ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളരട്ടെ. ഗ്ലോറി. ആഴങ്ങളിൽ മൂടി ഇരുട്ട്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്താൽ അത് നീങ്ങി മാറട്ടെ. മറ്റൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധയെ കൊണ്ടുവന്നത്, പെട്ടെന്ന് ഇവിടെ വാക്കുകൾ നിർത്താം. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. വിലാപം 1:10. അവളുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരിക്കുന്നു. 1, ഇരുള് മൂടി വെച്ചിരിക്കുക. 2, നമുക്കൊരുക്കിയിരിക്കുന്ന സകല മനോഹര വസ്തുക്കളുടെ മേലും വൈരി കൈവച്ചിരിക്കുക. ദൂട്ടം കൈവച്ച് നമ്മളെ തൊടിയിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട്, നന്മ അനുഭവിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപരിക്കുന്ന ചില ശക്തിയാണ് അന്ധകാരത്തിന്റെ ശക്തികൾ. ആ കരം അവിടെ നിന്ന് നീക്കുവാൻ ദൈവകരം ചലിക്കുന്നത് എത്ര മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് പ്രവാചകൻ കാൽമുട്ടുകളുടെ ഇടയിൽ തല വെച്ചുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ശിഷ്യനോട് പറഞ്ഞു, നീ പോയി നോക്ക്, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഉയർന്നു വരുന്ന ഒരു കരമൊന്ന് കാണാമോ? ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന കരം എത്ര പേർ കാണുന്നുണ്ട്?
ആഴങ്ങളിൽ നിന്ന്, സമുദ്രാഴങ്ങളിൽ നിന്ന് ഒരു കരം ഉയർന്നു വരുന്നുണ്ട്. ഒരു കൈപ്പത്തി പോലെ ഉയർന്നു വരുന്നൊരു മേഘമുണ്ട്. പെയ്തിറങ്ങുന്ന മഴയായി വൻമഴ ചൊരിയുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു കരം നിനക്ക് വേണ്ടി, നീ പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി ആ കരം ഉയർന്നു വരുന്നത് മനസ്സിലാക്കുന്ന ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിജ്ഞാനം ഞാൻ പ്രാപിക്കാൻ പോകുക. വചനത്തിന്റെ പരിജ്ഞാനത്താൽ ഞാൻ വിശ്വസിക്കുകയാണ്. വചന പരിജ്ഞാനത്താൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ വൻമഴ ചൊരിയാൻ പോവുകയാണ്. വൻമഴ ചൊരിയാൻ പോവുകയാണ്. ഇനി ഞാൻ നിരാശപ്പെടുകയില്ല. ഈ വരൾച്ചയും ക്ഷാമവും ഇന്നോടെ അവസാനിക്കാൻ പോവുകയാണ്. നമ്മളൊന്ന് കാണണം. എന്താ കാണേണ്ടത്? ചെങ്കടലിന് മുന്നിലെത്തിയവരുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ മോശ വടി നീട്ടി. നമ്മൾ കണ്ടത് അതാ. എന്നാൽ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയതായി പോലെ. യഹോവയുടെ ഭുജം ഒന്ന് കണ്ടേ. പിന്നീട് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, മോശയുടെ കരുത്തോടെ ഒപ്പം തന്നെ വ്യാപരിച്ച ഒരു ദൈവിക ഭുജമുണ്ടെന്നാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ഭുജമാണ് നമുക്ക് വേണ്ടി പ്രതിസന്ധികളിൽ വഴി തുറക്കാൻ. ഓ ഹല്ലേലൂയ! അന്ധകാര ശക്തികൾ, ഇരുൾ മൂടിയ ചില മേഖലകൾ, നമ്മുടെ നന്മകൾക്ക് മുന്നിൽ മനോഹര വസ്തുക്കൾ, നമുക്ക് അനുഭവിക്കേണ്ടുന്ന മനോഹര വസ്തുക്കൾ, ദൈവസഭ അനുഭവിക്കേണ്ടത് മനോഹരമായ ചില നന്മകൾ, അതിനെ കൈവശം വെച്ചിരിക്കുന്ന അവസ്ഥകൾക്ക് മധ്യത്തിൽ ദൈവകരം ചലിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് യഹോവയുടെ ഭുജം ഒന്ന് വെളിപ്പെട്ട്, യഹോവയുടെ ഭുജം ഒന്ന് ദർശനത്തിൽ കണ്ടേ, എല്ലാവരും ആത്മാവിലൊന്ന് കണ്ടേ, യഹോവയുടെ ഭുജം വെളിപ്പെട്ടെന്ന് കാണട്ടെ. ഓ, ആ ഭുജം ഒന്ന് കണ്ടാട്ടെ. യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ട് ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് പോയി. ദാഗോന്റെ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് രാത്രി സംഭവിച്ചൊരു കാര്യമുണ്ട്. ദാഗോന്റെ കൈ ഒടിഞ്ഞു വീണു. വൈരിയുടെ ഏത് ദാഗോന് ശക്തിയാണെങ്കിലും യഹോവയുടെ പെട്ടകം ചെന്നാൽ, യഹോവയുടെ പെട്ടകത്തിന്റെ സാന്നിധ്യം മതി, ആ തിരുസാന്നിധ്യം മതി, ഈ കരങ്ങൾ ഒടിഞ്ഞു വീഴും. എന്റെ മനോഹരമായ വസ്തുക്കൾ അവകാശം വെച്ചുകൊണ്ട് കൈവശം വെച്ചിരിക്കുന്ന വൈരിയുടെ കൈ ഒട്ടിച്ചു വീഴുവാൻ തക്കവണ്ണം ദൈവകരം ചലിക്കുന്നത് തിരിച്ചറിഞ്ഞേ. ഈ പെട്ടകത്തിന്റെ സാമീപ്യം ഒന്ന് തിരിച്ചറിഞ്ഞേ. ഹല്ലേലൂയ! യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഞാൻ വാക്കുകളെ ചുരുക്കാൻ പോവുകയാണ്. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യോബിന്റെ പുസ്തകം 27-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് കഴിയുന്നുണ്ട്. കരങ്ങളടിച്ച് ദുഷ്ടനിരിക്കുന്ന ഇടത്തുനിന്ന് അവനെ ഓടിച്ചു കളയണം. കരങ്ങളടിച്ച് ദുഷ്ടനിരിക്കുന്ന ഇടത്തുനിന്ന് ഓടിക്കണം. അവൻ കൈവച്ച് എവിടെ ഇരിക്കുന്നുവോ അവിടുന്ന് ഓടിച്ചു കളയാൻ കരമടിച്ച് മഹത്വപ്പെടുത്താൻ നമ്മൾ തയ്യാറായാൽ, ഓ ഗ്ലോറി 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 ഗ്ലോറി, അല്പനിമിഷം ഒന്ന് ആരാധിച്ചാട്ടെ. ദുഷ്ടനിരിക്കുന്ന ഇടത്തുനിന്ന് ഓടിപ്പോകാനാ നമുക്ക് കരമടിക്കാനായിട്ട് ദൈവാത്മാവ് പ്രേരണ തരുന്നത്. എന്തിനായി കരമടിക്കുന്നത്? ദുഷ്ടനിരിക്കുന്ന ഇടത്തുനിന്ന് അവൻ ഓടിപ്പോകും. കരങ്ങൾ അടിക്കുമ്പോ ദുഷ്ട സാന്നിധ്യം നീങ്ങി മാറും. നമുക്ക് ലഭിക്കേണ്ട മനോഹര വസ്തുക്കളുടെ മേൽ കരം വെച്ചിരിക്കുന്ന ദുഷ്ട അന്ധകാര വ്യാപാരം നീങ്ങി മാറുവാൻ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തിന്റെ മഹത്വത്തോടെ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ദൈവത്തിന്റെ ഭുജം ഒന്ന് കണ്ടാട്ടെ. ദുഷ്ട അന്ധകാരത്തിന്റെ കരങ്ങളെ ഓടിച്ചു മാറ്റി ഹല്ലേലൂയ നിനക്കുള്ള മനോഹരമായ നന്മകൾ നൽകി തരുവാൻ തക്കവണ്ണം വ്യാപരിക്കുന്ന ദൈവശക്തി തിരിച്ചറിഞ്ഞ് മഹത്വം കൊടുത്താട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്.